പരസ്യങ്ങൾക്കുള്ള നിരക്കിൽ 25% വർധന വരുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പിടിച്ചാൽ കിട്ടാത്തവണ്ണം ന്യൂസ് പ്രിന്റിന്റെ വില കുതിച്ചുയരുകയാണ്. എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് പത്രങ്ങളും. ഒരു പരിധിയിൽ കൂടുതൽ വരിസംഖ്യാ നിരക്ക് കൂട്ടാനുമാവില്ല. കഴിഞ്ഞ മാർച്ചിൽ കേന്ദ്ര സർക്കാർ ടെൻഡർ പരസ്യങ്ങൾ ഓൺലൈൻ വഴി മാത്രം പ്രസിദ്ധീകരിച്ചാൽ മതിയെന്ന ഉത്തരവ് കൂടി ഇറക്കിയതോടെ ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചതുപോലെയായിരുന്നു അച്ചടി മാധ്യമങ്ങൾ. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം നിലയില്ലാ കയത്തിൽ നിൽക്കുന്ന പത്രങ്ങൾക്ക് ഒരു ആശ്വാസമാണെന്ന് പറയാതെ വയ്യ. ചോദിച്ചത് അത്രയും കിട്ടിയില്ലെങ്കിലും അച്ചടി മാധ്യമങ്ങൾക്കുള്ള പരസ്യ നിരക്കിൽ 25% വർധനവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഇത് പ്രത്യക്ഷത്തിൽ ആശ്വാസ നടപടിയാണെങ്കിലും പത്രങ്ങളെ വരുതിക്ക് നിർത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗം കൂടിയാണ്. ടെൻഡർ നോട്ടീസുകൾ അച്ചടി മാധ്യമങ്ങൾക്ക് നിഷേധിച്ചതിനു ശേഷമുള്ള പുതിയ തീരുമാനം ആപത് ബാന്ധവനെ പോലെയാണ് സർക്കാർ എന്ന് ധരിപ്പിക്കാനുള്ള ശ്രമം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ റിപ്പബ്ലിക് TV അടക്കമുള്ള ഇംഗ്ലീഷ് ചാനലുകൾ നിലപാട് മാറ്റിയെന്ന വാർത്തകൾ വന്നുകഴിഞ്ഞു. അർണബ് ഗോസ്വാമി കഴിഞ്ഞ ദിവസത്തെ 9 മണി ചർച്ചയിൽ BJPയെ വിമർശിച്ചതാണ് ഇതിനു കാരണം. സി ചാനൽ അവരുടെ മേലുള്ള കോൺഗ്രസ് ബഹിഷ്കരണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പാർട്ടി അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് കത്തയച്ചതായും വാർത്തകൾ വരുന്നുണ്ട്. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് പിന്നാലെ കാറ്റ് അനുകൂലമല്ല എന്ന ആശങ്ക മോദി സർക്കാരിനെ അലട്ടുന്നുണ്ട്. മാധ്യമങ്ങളുമായി പൊതുവെ അകന്നു നിൽക്കുന്ന മോദി അടുത്തിടെ ANIക്ക് അഭിമുഖം നൽകിയതും ശ്രദ്ധേയമായി. ഇതിനൊപ്പം അച്ചടി മാധ്യമങ്ങളെ കൂടി പാട്ടിലാക്കിയാൽ ഇമേജ് തിരിച്ചു പിടിക്കാമെന്ന പ്രതീക്ഷയും സർക്കാരിനുണ്ട്. പരസ്യ നിരക്കിലെ വർധന ഇതിനായുള്ള വലിയ ചുവടുവയ്പ്പാണ്. ചൊവ്വാഴ്ച ഇത് പ്രഖ്യാപിച്ച വാർത്താവിനിമയ മന്ത്രാലയം ഇത് നടപ്പാക്കാൻ ബ്യൂറോ ഓഫ് ഔട്ട്റീച്ച് ആൻഡ് കമ്മ്യൂണിക്കേഷനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. പഴയ DAVP ആണ് ഇപ്പോൾ BOC ആയി മാറിയത്. ചൊവ്വാഴ്ച തന്നെ ഈ തീരുമാനം പ്രാബല്യത്തിലായി. ഇതിനു മുൻപുള്ള പരിഷ്കരണം 2013-ലായിരുന്നു. അന്ന് 2010-ലെ പരസ്യ നിരക്കിനേക്കാൾ 19% വർധനവാണ് വരുത്തിയത്. ചെറുകിട ഇടത്തരം പത്രങ്ങൾക്കാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം കച്ചിത്തുരുമ്പാവുക. INDB മന്ത്രാലയം രൂപവൽക്കരിച്ച 8ാമത് നിരക്ക് പരിഷ്കരണ സമിതിയുടെ ശുപാർശകൾ പ്രകാരമാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തത്. സമിതി കണക്കിലെടുത്തത് പ്രധാനമായി ന്യൂസ് പ്രിന്റിന്റെ വിലക്കയറ്റം, പ്രോസസ്സിംഗ് നിരക്കുകൾ കൂട്ടുന്ന മറ്റു ഘടകങ്ങൾ എന്നിവയാണ്. BOC, INB, ധനമന്ത്രാലയം എന്നിവിടങ്ങളിലെ പ്രതിനിധികൾ ചേർന്ന സമിതി കഴിഞ്ഞ വർഷമാണ് രൂപവൽക്കരിച്ചത്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് റിപ്പോർട്ട് നൽകിയത്. പരസ്യ നിരക്കുകൾ കൂട്ടണമെന്ന് ചെറുകിട ഇടത്തരം പത്രങ്ങൾ ദീർഘകാലമായി ആവശ്യപ്പെട്ടു വരികയായിരുന്നു. പരിസ്ഥിതി പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ചൈന ന്യൂസ് പ്രിന്റ് ഉത്പാദനം നിർത്തുകയും ഇറക്കുമതി തുടങ്ങുകയും ചെയ്തതോടെയാണ് ഇന്ത്യയിൽ പ്രതിസന്ധി രൂക്ഷമായത്. പരസ്യ നിരക്ക് 50 മുതൽ 80% വരെ കൂട്ടണമെന്നാണ് ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി ആവശ്യപ്പെട്ടിരുന്നത്. കഴിഞ്ഞ 2 വർഷമായി ന്യൂസ് പ്രിന്റിന്റെ വില ടണ്ണിന് $200 ഉയർന്നു. നിലവിലുള്ള ചെലവ് ടണ്ണിന് $675 മുതൽ $750 വരെയാണ്. സർക്കാരിന്റെ ടെൻഡർ നോട്ടീസുകൾ അച്ചടി മാധ്യമങ്ങൾക്ക് നിർബന്ധമായി പ്രസിദ്ധീകരിക്കാൻ നൽകണമെന്ന് നേരത്തെ വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇത് മാർച്ചിൽ എടുത്തുകളഞ്ഞതോടെ പത്രങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടിലായി. ടെൻഡർ പ്രസിദ്ധീകരണം ഓൺലൈനിൽ മാത്രമായി പരിമിതപ്പെടുത്തുകയായിരുന്നു. ഇത് ന്യൂസ് പ്രിന്റിന്റെ ഉയർന്ന വിലയിൽ പൊറുതിമുട്ടിയിരുന്ന പത്രങ്ങൾക്ക് വൻ തിരിച്ചടിയായി. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങൾ DAVP നിരക്കിലായിരുന്നില്ല, മറിച്ച് വാണിജ്യ നിരക്കുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു. അസംസ്കൃത വസ്തുക്കളുടെ കുതിച്ചുയരുന്ന വിലയും നിരവധി ആഭ്യന്തര മില്ലുകൾ അടച്ചുപൂട്ടിയതും ന്യൂസ് പ്രിന്റ് നിർമ്മാണത്തിനുള്ള ചെലവ് കൂട്ടി. ഇനിയും പിടിച്ചു നിൽക്കാനാവില്ല എന്ന ഘട്ടം വന്നപ്പോഴാണ് ഒരാശ്വാസമായി പരസ്യ നിരക്കുകൾ സർക്കാർ കൂട്ടിയത്. ഒരു വർഷത്തിനിടെ ന്യൂസ് പ്രിന്റ് ടണ്ണിന് 15,000-ഓളം രൂപയുടെ വർധനവുണ്ടായി. കൊറിയ, ചൈന, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ നിന്നായിരുന്നു ന്യൂസ് പ്രിന്റ് ഇന്ത്യയിലേക്ക് അധികവും ഇറക്കുമതി ചെയ്തിരുന്നത്. മുൻപ് 30% ഇറക്കുമതി തീരുവ ഉണ്ടായിരുന്നത് 2ാം UPA സർക്കാർ പൂർണ്ണമായും എടുത്തുകളഞ്ഞു. ഇതോടെയാണ് രാജ്യത്ത് ന്യൂസ് പ്രിന്റ് ഉൽപാദന മേഖല പ്രതിസന്ധിയിലായത്. എന്നാൽ പിന്നീട് ഈ രാജ്യങ്ങളിൽ ഉൽപാദന മേഖലയിൽ ഉണ്ടായ പ്രശ്നങ്ങൾ മൂലം ഇറക്കുമതി ഇല്ലാതായി. കേരളത്തിലാണെങ്കിൽ അപ്രതീക്ഷിതമായി വന്നുപെട്ട മഹാപ്രളയം പത്രവ്യവസായത്തിന്റെ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടുകയും ചെയ്തു.